മുകളിലങ്ങ് വളർന്നല്ലോടോ. ടെൺ കണക്കിന് ആദർശമാണല്ലോ തലയിൽ ചുവന്നോട് നടക്കുന്നത്. ഇവളെന്താ സിദ്ധാർത്ഥനെ പഠിക്കാണോ? എനിക്ക് തോന്നുന്നു തിരിച്ചാ. സിദ്ധാർത്ഥൻ സാർ ഇനി ഇവളെ കണ്ട് പഠിക്കണം. ആദർശത്തില് മരുമോളെ അമ്മായിയപ്പന്റെ മോളിൽ പോയി. മൂക്കാതെ പഴുത്താൽ ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് അവൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്നാലും മിനിസ്റ്ററുടെ മുഖത്ത് നോക്കിയിട്ട് ഒപ്പിടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലേ, സത്യം പറഞ്ഞാൽ കാണുന്നൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് സംശയിച്ചു പോയി. പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്താൻ എങ്ങനെ തോന്നാവോ? എന്നിട്ട് അവളുടെ മുന്നിൽ വെച്ച് അവളെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണല്ലോ താൻ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ അവളെ കുത്തി പറഞ്ഞതാ. അത് ഈ വരികൾക്കിടയിൽ വരി എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ. അത് മിനിസ്റ്റർക്ക് മനസ്സിലാവാത്തോണ്ട്. എന്തായാലും അവൾ ഇനി ഒരു നിയമസഭ കാണില്ല. ഇനി അവൾക്ക് സീറ്റ് കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ മിനിസ്റ്ററെ, അവൾക്ക് ഒടുക്കത്തെ ജനപ്രീതിയാ. മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് വേണ്ട, സ്വതന്ത്രമായിട്ട് നിന്നാ മതി, ജയിക്കും. അല്ല, MLA ദേവിക സാധാരണക്കാരുടെ കാവൽമാലാഖ എന്ന തരത്തിലാ ചില മാധ്യമങ്ങൾ അടിച്ചു വരുന്നതേ. അതേ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ഈ മാലാഖയെ പറ്റി പാവങ്ങളുടെ രക്തം കുടിക്കുന്ന യക്ഷി എന്ന് എഴുതിക്കാനും പറ്റും. വരട്ടെ. അല്ല സാർ, ഈ യക്ഷി എന്ന് പറഞ്ഞപ്പോഴാ എന്റെ ചിന്തയിലൊരു കാര്യം വന്നതേ. അല്ല, അത് നമുക്ക് ദേവികയ്ക്കെതിരെ ഒരു മന്ത്രവാദം നടത്തിയാലോ? എന്തോന്ന്? അല്ല മിനിസ്റ്ററെ, ഈ ദേവികയുടെ ഭർത്താവ് നന്ദന്റെ ദേഹത്ത് ഒരു യക്ഷി ആവേശിച്ചിരുന്നു, നമ്മുടെ മരിച്ചുപോയ മീരയുടെ ആത്മാവേ. പക്ഷേ പണി 18 നോക്കിയിട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. അവസാനം മന്ത്രവാദിയെ വരുത്തി നൂലും ചരണം ജപിച്ച് കെട്ടിയപ്പോ യക്ഷി ഒഴിഞ്ഞുപോയി. കാര്യങ്ങൾ അനുകൂലമാക്കാൻ ദേവികയുടെ കയ്യിൽ ചരടോ ഏലസൊക്കെ കെട്ടിയാലോ? തന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പല വഴികളും ചിന്തിച്ചപ്പോ പെട്ടെന്ന് തോന്നിയത്, മന്ത്രവാദമാകുമ്പോ ബുദ്ധിമുട്ടും കുറയും. ഒന്നും മിണ്ടായിരിക്കണോ? ആകെ തല പെരുത്തിരിക്കുമ്പോഴേ അയാളുടെ ഏലസും ചരടും. സോറി മിനിസ്റ്റർ. അവൾക്ക് എന്നെ ധിക്കരിക്കാം, പക്ഷേ പാർട്ടി പറയുന്നതിനപ്പുറം പോകാൻ പറ്റില്ല. പാർട്ടി അവളോട് പറയും, അതനുസരിക്കുന്നില്ലെങ്കിൽ പാർട്ടി എന്താണെന്ന് അവൾ അപ്പം അറിയും. അവൾ KK നായർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കും. ഇനി എന്നെ വിളിച്ചാൽ കിട്ടില്ല, ഞാനൊരു മീറ്റിങ്ങിലായിരിക്കും. തിരിച്ചു വന്നിട്ട് വിളിക്കാം. CP, ഞാൻ പോയിട്ട് വരാം. ഞാൻ തിരിച്ചു വന്നിട്ട് CP പോയാൽ മതി. അല്ല മാഡം എങ്ങോട്ടാ പോകുന്നത്? ഋഷിയുടെ കാര്യത്തിന് വേണ്ടി ഓടല്ലേ. പോലീസ് ഉഴപ്പി തുടങ്ങി. സ്ഥലം MLA കണ്ടൊരു പരാതി കൊടുക്കണം. സ്ഥലം MLA എന്ന് വെച്ചാ ദേവികയോ? മണ്ഡലത്തിൽ ഒരാളുടെ സങ്കടങ്ങള് MLA പറയാലോ. മാഡം എന്താ ഈ പറയുന്നത്? ദേവിയെ കാണാൻ അങ്ങോട്ട് പോണമെന്നോ? ആ ഫോൺ എടുത്ത് വിളിക്കണം മാഡം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. CP, വേണ്ട. അല്ല മാഡം, ദേവികയല്ല, സ്ഥലം MLA ഞാൻ കാണാൻ പോകുന്നേ. ജനപ്രതിനിധിക്ക് ആ ബഹുമാനം കൊടുക്കണ്ടേ? എന്ത് ബഹുമാനം മാഡം? ജയിച്ചു കഴിഞ്ഞപ്പോ സ്വഭാവം മാറിയില്ലേ? അവൾ ജനപ്രതിനിധിയാണെങ്കിൽ അവളെ ആ സ്ഥാനത്ത് എത്തിച്ചതാരാ? മാഡം അല്ലേ? അവൾ MLA അല്ല, മുഖ്യമന്ത്രി ആയാലും ശരി, അവൾ ഇങ്ങോട്ട് വരണം.